ഹായ് ഫ്രണ്ട്സ്, മാത്ത് ബോർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഫ്രാക്ഷൻസ് പാർട്ട് 5 വീഡിയോയാണ്. പാർട്ട് 1 to 4 ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 5 ക്ലാസ് കാണുക. പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രാക്ഷൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് പാർട്ട് 5 ഇന്നത്തെ ക്ലാസ്സും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, ശ്രദ്ധയോടെ കാണുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ബൈ വൈ മൈനസ് 1 ഈക്വൽ ടു വാട്ട്? അപ്പൊ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കണം. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, ന്യൂമറേറ്ററിൽ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ആണ്, ഡിനോമിനേറ്ററിൽ എക്സ് ബൈ വൈയും ആണ്. അപ്പൊ ക്യാൻസൽ ചെയ്ത് പോയിട്ടായിരിക്കും മിക്കവാറും ആൻസർ നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് ആൻസറിലോട്ട് പോവാം. നോക്കി, എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ബൈ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. എക്സ് ബൈ വൈ ദ ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ അത് കൊടുക്കാമല്ലോ. എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയറിന് പകരം എക്സ് ബൈ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം അല്ലെ. മൈനസ്, പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 1 ആണ്. 1 സ്ക്വയർ, രണ്ടും സെയിം അല്ലേ. 1 സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഈ 1ന് പകരം 1 സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ മൈനസ് 1നെ എക്സ് ബൈ വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് എഴുതി. ഡൗട്ട് ഉണ്ടോ? ഡിവൈഡഡ് ബൈ, ബാക്കി ഇവിടെ എന്താ ഉള്ളത്? എക്സ് ബൈ വൈ മൈനസ് 1. അത് അതുപോലെ തന്നെ എടുത്തെഴുതുക, എക്സ് ബൈ വൈ മൈനസ് 1. ഇനി ഇത് നോക്കി, എക്സ് ബൈ വൈ ദ ഹോൾ സ്ക്വയർ 1 സ്ക്വയർ. ഈ എക്സ് ബൈ വൈയെ എ എന്നും 1നെ ബി എന്നും എടുത്താൽ എന്താണ് ഇവിടെ ഉള്ളത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ക്ലിയർ അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഈക്വൽ ടു എക്സ് ബൈ വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ? എക്സ് ബൈ വൈ. ബിയുടെ സ്ഥാനത്ത് എന്താ? 1. അപ്പൊ ഇവിടെ എന്ത് വരും? എക്സ് ബൈ വൈ മൈനസ് 1 ഇൻറ്റു എന്ത് വരും? എക്സ് ബൈ വൈ പ്ലസ് 1 എന്ന് വരും ഇല്ലേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി, എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എക്സ് ബൈ വൈ മൈനസ് 1. ഇനി നോക്കിയേ, എക്സ് ബൈ വൈ മൈനസ് 1 ന്യൂമറേറ്ററിലും ഉണ്ട് ഡിനോമിനേറ്ററിലും ഉണ്ട്. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാലോ. പിന്നെ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? എക്സ് ബൈ വൈ പ്ലസ് 1 ആണ് ഉള്ളത് അല്ലെ. എക്സ് ബൈ വൈ പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ ഹോൾ ഡിവൈഡഡ് ബൈ വൈ. ആൻസർ കിട്ടിയില്ലേ? എളുപ്പല്ലേ? ഒന്നുകൂടെ പറയാം. എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ബൈ വൈ മൈനസ് 1. നമുക്കറിയാം എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു എ ബൈ ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ എന്തായിരിക്കും? എക്സ് ബൈ വൈ ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. അതിവിടെ കൊടുത്തു, എക്സ് ബൈ വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇത് ഏത് ഫോമിലായി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലായി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അല്ലെങ്കിൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അതൊരു ഐഡന്റിറ്റി ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈക്വൽ ടു, ആ രീതിയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാമല്ലോ. എക്സ് ബൈ വൈ മൈനസ് 1 ഇൻറ്റു എക്സ് ബൈ വൈ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ബൈ വൈ മൈനസ് 1. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് ബൈ വൈ മൈനസ് 1 ഉണ്ട്. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമ്മുടെ ആൻസർ എന്താണെന്ന് വരും? എക്സ് ബൈ വൈ പ്ലസ് 1 ആണെന്ന് വരും അല്ലെ. ഇതിനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കൂടെ? എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ ഹോൾ ഡിവൈഡഡ് ബൈ വൈ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അരയുടെ അരയെ
അര കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ എത്ര? അരയുടെ അര, അതിനെ അര കൊണ്ട് തന്നെ ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അര എന്താണ്? 1/2 അല്ലെ, ഹാഫ്. അരയുടെ അര ഇതെങ്ങനെ കണ്ടുപിടിക്കണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എങ്ങനെയാണ്? മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അരയുടെ അര എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 1/2. അതിനെ അര കൊണ്ട് ഹരിച്ചാൽ, അപ്പോ ഡിവൈഡഡ് ബൈ വീണ്ടും അര, 1/2 എത്ര കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പല്ലേ? ഒറ്റ സ്റ്റെപ്പിൽ കിട്ടത്തില്ലേ? അരയുടെ അര, അതിനെ അര കൊണ്ട് തന്നെ ഹരിച്ചാൽ എത്ര കിട്ടും? ഒരു 1/2 1/2 ക്യാൻസൽ ചെയ്യാം അല്ലെ. അപ്പൊ 1/2 1/2 പോയിട്ട് പിന്നെ ബാക്കി ഇവിടെ എത്രയുണ്ട്? 1/2. അപ്പൊ നമ്മുടെ ആൻസർ 1/2 ആണ്. എളുപ്പല്ലേ? സിമ്പിൾ അല്ലേ? വളരെ എളുപ്പമാണ്. അരയുടെ അരയെ അര കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ എത്ര? അരയുടെ അര എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 1/2 ഹോൾ ഡിവൈഡഡ് ബൈ 1/2 ഈക്വൽ ടു 2 1/2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1/2 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. തേർഡ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ 4/5നേക്കാൾ വലിയ ഭിന്നസംഖ്യ ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് LDCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെറിയതും വലുതുമായിട്ടുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പാർട്ട് 2 ക്ലാസ്സിൽ നല്ലപോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ഇങ്ങോട്ടേക്ക് നോക്കുക. നമ്മൾ 2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്നത് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെങ്ങനെയായിരുന്നു? ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുക്കണം അല്ലെ, എന്നിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഡെസിമൽ വരുന്നതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഹോൾ നമ്പർ മാത്രം എടുത്താൽ മതി. അപ്പൊ നോക്കിയേ, താഴെ തന്നിരിക്കുന്നവയിൽ 4/5നേക്കാൾ വലിയ ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4/5ന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാം. 4/5ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 4/5ന്റെ വാല്യൂ എങ്ങനെയായിരുന്നു കാണുക? ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുക്കുക അല്ലെ, അല്ലെങ്കിൽ ഇതിനെ ഈ 5 ഭിന്നസംഖ്യകളെ കൂടി എടുത്തിട്ട് ക്രോസ് ചെയ്ത് നോക്കിയാലും മതി. നമ്മൾ പക്ഷെ രണ്ടാമത്തെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. 4ന്റെ കൂടെ ഒരു 0 കൂടി ചേർക്കുക. അപ്പോ 40/5 എന്ന് വരും അല്ലെ. 40/5 എത്രയാ കിട്ടുക? 8 എന്ന് വരും. അപ്പോ 4/5ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, 8 ആണ്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും വലിയ ഭിന്നസംഖ്യ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 8നേക്കാൾ വലിയ വാല്യൂ ഇതില് ഏത് ചെയ്യുമ്പോഴാണ് കിട്ടുന്നതെന്ന് നോക്കിയാൽ പോരെ. അപ്പൊ സെയിം ന്യൂമറേറ്ററിൽ 0 കൊടുത്ത് ഓരോ ഓപ്ഷൻസിന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻ എ ചെക്ക് ചെയ്യാം. നോക്കിയേ, 5/8. അപ്പൊ എങ്ങനെയാണ്? 50/8 കാണണം അല്ലെ. 5 8 40, 6 8 48. അപ്പൊ എത്ര തവണ 50ൽ 8 അടങ്ങും? 6 തവണ അടങ്ങും അല്ലെ. അപ്പോ 6 എന്ന് കിട്ടി. 6 8നേക്കാൾ വലുതല്ല, ചെറുതാണ്. അപ്പോ എ അല്ല എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നോക്കി, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 5/7 ആണ്. എങ്ങനെയാ കണ്ടുപിടിക്കുക? ന്യൂമറേറ്ററിന്റെ കൂടെ ഒരു 0 കൊടുക്കുക. അപ്പോ 50/7 എന്ന് കിട്ടി അല്ലെ. 5 7 35, 6 7 42, 7 7 49. അപ്പൊ 50ല് 7 എത്ര തവണ അടങ്ങും? 7 തവണ അടങ്ങും അല്ലെ. അപ്പോ 7. 8നേക്കാളും ചെറുതാണ് 7. അപ്പോ ബി അല്ല ആൻസർ എന്ന് കിട്ടി. നമുക്ക് വലിയ ഭിന്നസംഖ്യയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ സി ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഓപ്ഷൻ സി 4/3. അപ്പോ 40/3 കണ്ടുപിടിക്കണം അല്ലെ. 40/3 എത്ര വരും? 13 വരും അല്ലെ. 13 × 3 39. അപ്പൊ 40ല് 3 എത്ര തവണ അടങ്ങും? 13 തവണ അടങ്ങും. നോക്കി, 8നേക്കാൾ വലുതല്ലേ 13? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ ഓപ്ഷൻസിൽ 4/5നേക്കാൾ വലിയ ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ആൻസർ ഏതാണ്? സി ആണ്. ഇനി ഒരു ഓപ്ഷനും കൂടെ തന്നിട്ടുണ്ട്. ചുമ്മാ നമുക്കൊന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതെന്തായാലും ചെറുത് തന്നെ ആയിരിക്കും, എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 40/7 ഈക്വൽ ടു എത്ര വരും?
5 എന്ന് വരും അല്ലെ. 5 7 35. അപ്പൊ 40-ൽ 7 എത്ര തവണ അടങ്ങും? 5 തവണ. പോയിന്റ് വരുന്നതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നോക്കി, 8നേക്കാൾ ചെറുതാണ് 5. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 4/3. ക്ലിയർ ആണോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ 4/5നേക്കാൾ വലിയ ഭിന്നസംഖ്യ ഏതാണെന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 4/5ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. 2 സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ശ്രദ്ധയോടെ ചെയ്ത് പഠിക്കാം. എന്നിട്ട് നമ്മൾ എന്താണ് നോക്കിയത്? ഈ ഓപ്ഷൻസിൽ ഏത് വാല്യൂ ആണ് ഈ വാല്യൂവിനേക്കാൾ വലുതാകുന്നത് എന്ന് നോക്കി അല്ലെ. അപ്പൊ നോക്കി, ഇതിന്റെ വാല്യൂ 8 ആണ് കിട്ടിയത്. ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്തു, 6 ചെറുതാണ്. സെക്കൻഡ് ഓപ്ഷൻ ചെക്ക് ചെയ്തു, 7 ചെറുതാണ്. ഫോർത്ത് ഓപ്ഷൻ ചെറുതാണ്, സി. തേർഡ് ഓപ്ഷൻ എന്താണ്? വലുതാണ്. 8നേക്കാൾ വലുതാണ് 13. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4/3 ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ വലിയ ഭിന്നസംഖ്യയാണ് കണ്ടുപിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിൽ ചെറിയ ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതും LDC എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതില് ചെറിയ ഭിന്നസംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം 2 മെത്തേഡ് ഉണ്ട് ചെറിയ ഭിന്നസംഖ്യയും വലിയ ഭിന്നസംഖ്യയും കണ്ടുപിടിക്കാൻ. അതിലൊരു മെത്തേഡാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തത്. ഇതില് അടുത്ത മെത്തേഡ് ചെയ്യാം, ക്രോസ് മെത്തേഡ്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ട് 2 ക്ലാസ് പോയിട്ട് കാണുക. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ചെറിയ ഭിന്നസംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഫസ്റ്റ് 2 ഓപ്ഷൻസ് എടുത്ത് എഴുതുക. അപ്പോ 3/5ഉം രണ്ടാമത്തത് 5/6. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ തമ്മിൽ ക്രോസ് ചെയ്യണം അല്ലെ. ഫസ്റ്റ് ഭിന്നസംഖ്യയുടെ ന്യൂമറേറ്ററിനെ സെക്കൻഡ് ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്ററിലേക്ക് ക്രോസ് ചെയ്യണം അല്ലെ. തിരിച്ച് ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. അപ്പൊ 3 × 6 എത്ര വരും? 18 എന്ന് വരും അല്ലെ. 5 × 5 എത്രയാണ്? 25 എന്ന് വന്നു. ഇത് എങ്ങനെയാണ് എടുത്തെഴുതേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3ൽ നിന്നാണ് 6ലേക്ക് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? 3യുടെ മുകളിൽ വേണം ആൻസർ എഴുതാൻ. 5ൽ നിന്ന് 5ലേക്ക് 5 × 5, ഈ 5ന്റെ മുകളിൽ വേണം ആൻസർ എഴുതാൻ. അപ്പൊ നോക്കി, 18 25, ഇതിൽ ഏതാണ് ചെറുത്? 18 ആണ് ചെറുത് അല്ലെ. അപ്പൊ ഈ സ്റ്റെപ്പിൽ നിന്ന് ചെറുത് ഏതാണോ കിട്ടുന്നത് ആ ഭിന്നസംഖ്യയുമായിട്ട് മുന്നോട്ട് പോവുക. ഇനി ഇവിടെ വലിയ ഭിന്നസംഖ്യ ആയിരുന്നു ചോദിച്ചിരുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വലിയ ഭിന്നസംഖ്യ 5/6 മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 3/5 മുന്നോട്ട് പോവാം. ഇത് അടുത്ത ഓപ്ഷനുമായിട്ട്, മൂന്നാമത്തെ ഓപ്ഷനുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ ഏതാണ് ചെറുതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നോക്കി, സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുക. 3യെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര വരും? 21 എന്ന് വരും അല്ലെ. 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര വരും? 20 എന്ന് വരും. എഗെയിൻ ചെറിയ ഭിന്നസംഖ്യയല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്നവയില് ചെറിയ സംഖ്യ കിട്ടിയ ഭിന്നസംഖ്യ ഏതാണോ അതുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ ഇവിടെ 21ഉം 20ഉം ആണ്. 20 ആണ് ചെറുത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 4/7, അതുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ 4/7. ഇനി ഇവിടെ ഒരേ ഒരു ഓപ്ഷൻ കൂടിയേ ഉള്ളൂ. എത്രയാണ്? 7/8. അതുകൂടെ ക്രോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. 4 × 8 എത്രയാണ്? 32 അല്ലെ. 7 × 7 എത്രയാണ്? 49. ഇനി ഇതിൽ ഏതാണ് ചെറുത്? 32 ആണ് ചെറുത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭിന്നസംഖ്യ 4/7 ആയിരിക്കും നമ്മുടെ ആൻസർ. ഏത് ഓപ്ഷൻ ആണ്? സി ആണ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആണോ? ഈ സെയിം മെത്തേഡ് നമുക്ക് വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അതില് ചെറിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ
ചെറുതുമായിട്ട് മുന്നോട്ട് പോവുക. വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ വലുതുമായിട്ട് മുന്നോട്ട് പോവുക. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 2/3ക്കും 3/4നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഇടയിലുള്ള ഭിന്നസംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ അത് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന്റെ പ്രോബ്ലംസ് ചെയ്യാനും എങ്ങനെയാണെന്ന് പഠിക്കാനും പാർട്ട് 3 വീഡിയോ കാണുക. ഞാനിതിൽ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. എങ്ങനെയാണ്? 2/3ക്കും അതുപോലെ 3/4നും ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിലും ആഡ് ചെയ്യുക അല്ലെ? അപ്പോ ഇവിടെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 2 + 3 എത്ര വരും? 5 എന്ന് വരും അല്ലെ? 4 + 3 ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 7 എന്ന് വരും. അപ്പൊ 5/7 നമുക്ക് കിട്ടി. ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടല്ലോ, ഓപ്ഷൻ എ ആണ് അല്ലെ? അപ്പൊ ആൻസർ ഓപ്ഷൻ എ 5/7 ആണ്. ഇനി ഈ കിട്ടുന്ന ആൻസർ ഓപ്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഈ രണ്ട് ഭിന്നസംഖ്യകളുടെയും ഇടയിലുള്ള ഭിന്നസംഖ്യ ഈ സെയിം മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഈ രണ്ട് ഭിന്നസംഖ്യയുടെയും ഇടയിലുള്ള ഭിന്നസംഖ്യ സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഓപ്ഷനിലുള്ള ആൻസർ കിട്ടും. ഇത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കിട്ടി. ഇത് LGS എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. 6th ക്വസ്റ്റ്യൻ, സംഖ്യാരേഖയിലെ സ്ഥാനം 3/5നും 3/4നും ഇടയിൽ വരാത്ത ഭിന്നകം ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇടയിൽ വരുന്ന സംഖ്യയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇടയിൽ വരാത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. UP സ്കൂൾ ടീച്ചറിന്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നോക്കിക്കോ, ഇടയിൽ വരാത്ത ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ ഇടയിൽ വരുന്നത് കണ്ടുപിടിച്ചാൽ പോരെ? എന്നിട്ട് ഓപ്ഷൻ സിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് കളഞ്ഞാല് നമുക്ക് വരാത്ത ഭിന്നസംഖ്യ കിട്ടത്തില്ലേ? അപ്പൊ നമുക്ക് ആ മെത്തേഡിൽ നോക്കാം. നോക്കിക്കോ, ആദ്യം എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന രണ്ട് ഭിന്നസംഖ്യകളും എടുത്തെഴുതുക. 3/5ഉം 3/4ഉം. ഇതിന് ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ അത് ഓപ്ഷൻ സിന്ന് മാറ്റിയാ പോരെ? അപ്പൊ ഫസ്റ്റ് നോക്കുക, എന്ത് ചെയ്യുക? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 3 + 3 6 എന്ന് വരും അല്ലെ? 5 + 4 9 എന്ന് വരും. നോക്കി, 3 വെച്ചിട്ട് ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ എന്ത് വരും? ഇവിടെ 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 എന്ന് വരും. ഇവിടെ എന്ത് വരും? 3 എന്ന് വരും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3/5, അതുപോലെ 2/3, then 3/4 അല്ലെ? ഇടയിൽ വരുന്ന ഒരു ഭിന്നസംഖ്യ കിട്ടി. ഇത് ഓപ്ഷനിലുണ്ടോ നോക്കി? ഉണ്ട്. ഓപ്ഷൻ എ 2/3. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇടയിൽ വരാത്ത ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എക്സ്ക്ലൂഡ് ചെയ്ത് കളയാലോ. ഇത് വരത്തില്ല. ഇനി അടുത്ത 3 ഓപ്ഷൻസ് കൂടി ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് ഭിന്നസംഖ്യകളുടെ ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഈ രണ്ട് ഭിന്നസംഖ്യയുടെയും ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക. അപ്പൊ നോക്കി, 3/5ഉം പിന്നെ 2/3ഉം ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 3 + 2 എത്ര വരും? 5 എന്ന് വരും അല്ലെ? 5 + 3 8 എന്ന് വരും. 5/8. ഒരു ഭിന്നസംഖ്യയും കൂടെ കിട്ടി. നോക്കി, ഓപ്ഷനിലുണ്ടോന്ന്? ഉണ്ട്. 5/8. അപ്പൊ ഇതും അല്ല, നമ്മുടെ ആൻസർ അല്ല. ഇനി എന്ത് ചെയ്യാ? ഇതിന് രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ കണ്ടുപിടിക്കാം. അതായത് 2/3യുടെയും 3/4ന്റെയും. 2 + 3 5, 3 + 4 7, 5/7 എന്ന് കിട്ടി. 5/7 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി. അപ്പോ ഈ 3 ഭിന്നസംഖ്യകളും ഇടയിൽ വരുന്ന ഭിന്നസംഖ്യകളാണ്. അങ്ങനെയാണെങ്കിൽ ഇടയിൽ വരാത്ത ഭിന്നസംഖ്യ ഇവനായിരിക്കത്തില്ലേ? 2/5. ക്ലിയർ ആണോ? അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇടയിൽ വരാത്ത ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനാണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഇടയിൽ വരുന്ന ഭിന്നസംഖ്യകള് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് അത് എക്സ്ക്ലൂഡ് ചെയ്തപ്പോ നമുക്കൊരു ആൻസർ കിട്ടി. അതായിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? ഇനി ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ എങ്ങനെയാ കണ്ടുപിടിക്കുക?
തന്നിരിക്കുന്ന രണ്ട് ഭിന്നസംഖ്യകളുടെയും ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള എത്ര ഫ്രാക്ഷൻസ് വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 7th ക്വസ്റ്റ്യൻ, 2 and 1/5 തുല്യമായത് ഏത്? അപ്പോ 2 and 1/5 കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ഫ്രാക്ഷൻ ആണ്, ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ. അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസിൽ ഏതോ ഒരു ആൻസർ കിട്ടും, അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നോക്കി, മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ നമുക്കറിയാം 2 and 1/5 എങ്ങനെയാ ചെയ്യുക? ഫസ്റ്റ് 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 2 into 5, ശേഷം ഈ 1 ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ എന്താണോ ഡിനോമിനേറ്ററിലുള്ളത് അത് കൊടുക്കുക. എങ്ങനെയാ? 2 into 5 plus 1 whole divided by 5 അല്ലെ. അപ്പൊ എത്ര വന്നു? 2 into 5 10, 10 plus 1 divided by 5 equal to 11/5 എന്ന് ആൻസർ കിട്ടി. ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ബി. അപ്പൊ ഓപ്ഷൻ ബി 11/5 ആണ് ആൻസർ. നമുക്കറിയാം ഫസ്റ്റ് പാർട്ടിൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനും മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കാനും എല്ലാം പഠിച്ചതാണ്. എളുപ്പമാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. കൂടുതലായിട്ടും LGS എക്സാമിനാണ് കണ്ടുവരുന്നത്. ഇതും ഒരു LGS എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 8th ക്വസ്റ്റ്യൻ, 1/6 minus 1/9 equal to 1/k. അങ്ങനെയാണെങ്കിൽ കെയുടെ വില എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കോ, 1/6 minus 1/9 സബ്ട്രാക്ഷൻ ആണ്. രണ്ട് ഭിന്നസംഖ്യകൾ സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നു. അത് ഈക്വൽ ടു 1/k ആണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കെയുടെ വില കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുക? ഇത് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക അല്ലെ. രണ്ട് ഭിന്നസംഖ്യകളുടെ സബ്ട്രാക്ഷൻ എങ്ങനെയാണ്? രണ്ടിൽ കൂടുതലാണെങ്കിൽ LCM വെച്ചിട്ട് ചെയ്യാം. രണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതി അല്ലെ. അപ്പൊ നോക്കി, 1/6 minus 1/9 equal to 1/k ആണെങ്കിൽ 1/6 minus 1/9 എത്ര വരും? 1 into 9, 9 minus 1 into 6, 6 whole divided by 6 into 9 അല്ലെ. അങ്ങനെയല്ലേ സബ്ട്രാക്ട് ചെയ്യുന്നത്? പാർട്ട് 1 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 കാണുക. ഈക്വൽ ടു 1/k. നോക്കിയേ, 9 minus 6 എത്ര വരും? 3 എന്ന് വരും അല്ലെ. 3 divided by 6 into 9 equal to 1/k. നോക്കിയേ, 3, 6, 9. 3 വെച്ചിട്ട് ക്യാൻസൽ ചെയ്തൂടെ? 3യും 9ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 3 എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വന്നു? 3യും 9ഉം കൂടെ ക്യാൻസൽ ചെയ്തു. അപ്പൊ 3 വന്നു. ബാക്കി മുകളിൽ എന്തുണ്ട്? 1 ഉണ്ട് അല്ലെ. അപ്പൊ 1 divided by 6 into 3 എത്രയാണ്? 18 equal to 1/k. നോക്കിയേ, 1/18 equal to 1/k ആണെങ്കിൽ k എന്തായിരിക്കും? 18 ആയിരിക്കത്തില്ലേ? അപ്പൊ kയുടെ വാല്യൂ കിട്ടി. k equal to 18. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എളുപ്പമാണ്. 1/6 minus 1/9 equal to 1/k. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്യുക. 1/6 minus 1/9 എന്താണ്? 1 into 9, 9 minus 1 into 6, 6 whole divided by 6 into 9 equal to 1/k. ഞാനിത് മൾട്ടിപ്ലൈ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആയി പോവും. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ കുറച്ചുകൂടെ പാടല്ലേ. ഇതാവുമ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടും. 9 minus 6, 3 divided by 6 into 9. 3 9ൽ അടങ്ങും. അപ്പൊ ക്യാൻസൽ ചെയ്യാം. എത്ര വന്നു? 1/18 എന്ന് വന്നു. 1/18 equal to 1/k ആണെങ്കിൽ k എന്തായിരിക്കും? 18 ആയിരിക്കത്തില്ലേ? അപ്പൊ kയുടെ വാല്യൂ കിട്ടി 18 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. 9th ക്വസ്റ്റ്യനിലോട്ട് പോവാം. LDC എക്സാമിന് ചോദിച്ച ചോദ്യമാണ്
1/x plus 1/2x plus 1/4x equal to 1 ആയാൽ എക്സിന്റെ വില എത്ര? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ന്യൂമറേറ്ററിലെല്ലാം 1 ആണ്, ഡിനോമിനേറ്ററിലെല്ലാം എക്സ് വരുന്നുണ്ട് അല്ലെ? എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് എളുപ്പത്തിൽ കിട്ടാനായിട്ട് നമ്മൾ ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും 4x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ നോക്കി, ഇവിടെ ഏറ്റവും വലുത് എക്സ്, 2x, 4x, ഏറ്റവും വലുത് 4x ആണ്. ഈ 4x കൊണ്ട് രണ്ട് സ്ഥലത്തും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ ഫസ്റ്റ് 4x into 1/x plus 1/2x plus 1/4x equal to, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ 1 into 4x. ഇനി നോക്കിയേ, 4x കൊണ്ട് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഓരോ സംഖ്യകളെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 4x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക? ഈ 4xനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. 4x into ഫസ്റ്റ് 1/x, അടുത്തത് പ്ലസ് 4x into 1/2x പ്ലസ് അടുത്ത ഭിന്നസംഖ്യ 1/4x, 4x into 1/4x equal to 1 into 4x, 1 into 4x, 4x equal to 4x എന്ന് കിട്ടി. ഇനി നോക്കിയേ, 4x into 1/x, ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്, ക്യാൻസൽ ചെയ്യാലോ. ബാക്കി ഇവിടെ എന്തുണ്ട്? 4 into 1 equal to 4 പ്ലസ് അടുത്ത നോക്കി 4x into 1/2x, എക്സും എക്സും ക്യാൻസൽ ചെയ്യാലോ. 4ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 2 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 2 into 1 എത്ര വന്നു? 2 എന്ന് വന്നു. പ്ലസ് നോക്കിയേ, 4x 4x ക്യാൻസൽ ചെയ്ത ബാക്കി എന്തുണ്ട്? 1 ഈക്വൽ ടു 4x എന്ന് നമുക്ക് കിട്ടി. 4 plus 2 plus 1 എത്രയാ? 4 plus 2 6, 6 plus 1 7. അപ്പൊ 4x ഈക്വൽ ടു 7 ആണ് എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 4x ഈക്വൽ ടു 7. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു 7/4 ആയിരിക്കത്തില്ലേ? x ഈക്വൽ ടു 7/4 എന്ന് കിട്ടി. നോക്കി, ഓപ്ഷൻസിലുണ്ടോ? ഉണ്ട്. എത്രാമത്തെ ഓപ്ഷൻ? സെക്കൻഡ് ഓപ്ഷൻ, ഓപ്ഷൻ ബി 7/4. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരുന്നോ? 1/x plus 1/2x plus 1/4x equal to 1 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യുക? ഇക്വേഷന്റെ രണ്ട് സൈഡിലും 4x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4x into 1/x plus 1/2x plus 1/4x equal to 1 into 4x. ഇനി നോക്കിയേ, 4x കൊണ്ട് ബ്രാക്കറ്റിനകത്തോട്ട് ഓരോ ഭിന്നസംഖ്യയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോ കുറെ കാര്യങ്ങൾ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് ബാക്കി എന്ത് വരും? 4 plus 2 plus 1 equal to, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തുണ്ട്? 4x ഉണ്ട്. അപ്പൊ 4x equal to 7 ആണ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? 7 divided by 4. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടിയില്ലേ? 7/4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 10th ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2/5 into 3/4 divided by 1/5. LGSന് ചോദിച്ച ചോദ്യമാണ്. നോക്കി, ആദ്യം എന്ത് ചെയ്യുക? ബ്രാക്കറ്റിലുള്ളത് സോൾവ് ചെയ്യുക അല്ലെ? 2/5 into 3/4 അതിനെ 1/5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ 5/1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? റെസിപ്രോക്കൽ എടുത്താൽ പോരെ? ഡിവൈഡഡ് ബൈ 1/5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു 1, 5/1 ആണ് അല്ലെ? ഈക്വൽ ടു, എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഒന്നുമില്ല, ന്യൂമറേറ്ററിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? പാർട്ട് 1 നമ്മൾ എല്ലാ ഓപ്പറേഷൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് പാർട്ട് 1 വീഡിയോ കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പൊ നോക്കിയേ 2 into 3 എത്ര വരും? 6 എന്ന് വരും അല്ലെ? ബൈ 5 into 4 എത്രയാ? 20 into 5 by 1. ഓക്കെ, 5ഉം 20യും കൂടെ ക്യാൻസൽ ചെയ്തൂടെ? എത്ര വരും? 5 into 4 ആണ് 20. അപ്പൊ 6 by 4 എന്ന് ആൻസർ വന്നു. വീണ്ടും ക്യാൻസൽ ചെയ്തൂടെ? എത്ര വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം? 2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരും? 3 എന്ന് വരും. ഇവിടെ എന്ത് വരും? 2 എന്ന് വരും. 3 by 2. നോക്കിയേ, ഓപ്ഷനിലുണ്ടോ നോക്കിയേ. ഓപ്ഷൻ എ 3 by 2. ക്ലിയർ ആണോ? ബേസിക് ഓപ്പറേഷൻസ് ആണ്. LGS ലെവലിലുള്ള എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് ഇതേ പാറ്റേണിൽ. അപ്പോൾ ഓപ്പറേഷൻസ്, ബേസിക് ഓപ്പറേഷൻസ് പോലും എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാക്ഷൻസിന്റെ പാർട്ട് 1 മുതൽ പാർട്ട് 5 വരെയുള്ള എല്ലാ വീഡിയോസും ശ്രദ്ധയോടെ കാണുക. ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഫ്രാക്ഷൻസിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ അയച്ച് ചോദിക്കുക, അല്ലെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിക്കുക. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സും നമ്മുടെ ചാനലും ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. താങ്ക് യു.